ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു യാത്രയുടെ ഓർമ്മകളാണ്. ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന കാശ്മീരിലേക്കുള്ള യാത്ര. ഈ യാത്ര കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആകാറായി. കൃത്യമായി പറഞ്ഞാൽ അവിടെ ഭീകരാക്രമണം നടന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഞങ്ങൾ തിരിച്ചെത്തിയെന്നത് ഇപ്പോഴും ദൈവാനുഗ്രഹമായി മാത്രം തോന്നുന്നു. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലായി താമസിക്കുന്ന 6 ഫാമിലി ഒന്നിച്ചായിരുന്നു യാത്ര പുറപ്പെട്ടത്. എല്ലാവരും മലയാളികളാണ്. ഞങ്ങൾ ഉൾപ്പെടെ 3 പേര് അമൃത്സറിൽ നിന്നും 2 പേര് ചണ്ഡീഗഡിൽ നിന്നും ഒരാൾ ഹൈദരാബാദിൽ നിന്നുമാണ് യാത്ര തുടങ്ങിയത്. ഒടുവിൽ എല്ലാവരും ശ്രീനഗർ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി. ശ്രീനഗർ എയർപോർട്ടിൽ വീഡിയോസ് ഒന്നും സെക്യൂരിറ്റി കാരണങ്ങളാൽ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. സാധാരണ എല്ലായ്പ്പോഴും സ്വന്തമായി പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോകാറുണ്ടായിരുന്നു ഞങ്ങൾ. ഇത്തവണ ഒരു ട്രാവൽ ഏജൻസിയുടെ സഹായം തേടി. ട്വീക്ക് മൈ ട്രിപ്പ് എന്നായിരുന്നു ആ ഏജൻസിയുടെ പേര്. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാശ്മീരിലെ കാറ്റും കൊണ്ട് വഴിയരികിലുള്ള കാഴ്ചകളും കണ്ട് തല ഉയർത്തി നിൽക്കുന്ന മലകളും താഴ്വരകളിലെ പച്ചപ്പും നീലാകാശവും ഒക്കെ ചേർന്ന് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലമായിരുന്നു കാശ്മീർ. എല്ലാവർക്കും എപ്പോഴും ഉള്ള സംശയമാണ് എപ്പോഴാണ് കാശ്മീരിൽ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന്. ഞങ്ങൾ വന്നത് സ്പ്രിംഗ് സീസണിലാണ് കേട്ടോ. അതായത് മാർച്ച് മുതൽ മെയ് വരെയാണ് അവിടെ സ്പ്രിംഗ് സീസൺ. അവിടെയുള്ള മുഗൾ ഗാർഡൻസ് ഒക്കെ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞു മൂടിയിരിക്കുന്ന താഴ്വരകളൊക്കെ പച്ചപ്പ് വീണ്ടെടുത്ത സമയം. മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ അവസാനം വരെ മാത്രമാണ് അവിടെയുള്ള ടുലിപ്പ് ഗാർഡൻ ഓപ്പൺ ആകുന്നത്. ആ സമയത്ത് പോകുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അവിടെയൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ ഗുൽമാർഗ്, സോൻമാർഗ് അതുപോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മഞ്ഞും കാണാൻ പറ്റും. പിന്നെ അവിടെയുള്ള ആപ്പിൾ ചെറി മരങ്ങളെല്ലാം പൂത്തുലഞ്ഞ് മൊട്ടുകളൊക്കെ വന്ന് നിൽക്കുന്ന സമയമായിരിക്കും അത്. അധികം തണുപ്പില്ലാതെ ഒരു സുന്ദരമായ കാലാവസ്ഥ. ദാൽ തടാകമൊക്കെ പോകുന്ന വഴി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുഗൾ ഗാർഡൻസും ഒക്കെ പോകുന്ന വഴി കാണാൻ പറ്റും. ഞങ്ങൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. അവിടുന്ന് പിറ്റേ ദിവസം ഞങ്ങൾ സോൻമാർഗിലേക്ക് യാത്ര തിരിക്കും. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള വിൻ്റർ സീസണിലാണ് നിങ്ങൾ കാശ്മീർ കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ് മൂടിയിരിക്കുന്ന കാശ്മീരായിരിക്കും കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറേ സ്നോ ഗെയിംസും അതുപോലെ സ്കീയിങ്ങും ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. എന്നാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അവിടെ മഴക്കാലമായിരിക്കും. ആ സമയത്താണ് ആപ്പിളിൻ്റെ സീസൺ. പഴുത്ത ആപ്പിൾ തോട്ടങ്ങളും അതുപോലെ കാട്ടുപൂക്കളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുറേ താഴ്വരകളും ഒക്കെ നമുക്ക് ആ സമയത്തായിരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷേ കാലാവസ്ഥ അപ്പോൾ ഒട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കനത്ത മഴയും ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളുടെ യാത്രകൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒക്ടോബർ തൊട്ട് നവംബർ വരെയാണ് വിളവെടുപ്പിൻ്റെ സമയം. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫ്രൂട്ട്സൊക്കെ നമുക്ക് തോട്ടങ്ങളിൽ നിന്ന് തന്നെ കഴിച്ച് നോക്കാനും വാങ്ങിക്കാനും ഒക്കെ പറ്റും. യൂട്യൂബിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് റാൻഡമായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഈ യാത്രയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം ഞാൻ ഓരോ വീഡിയോസായിട്ട് കാണിക്കാം. പിന്നെ നമ്മൾ കാശ്മീർ പോകുന്നതിന് മുമ്പ് ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുക്കണം കേട്ടോ. കാരണം അവിടെ പ്രീപെയ്ഡ് കണക്ഷൻസ് ഒന്നും സെക്യൂരിറ്റി റീസൺസ് കാരണം വർക്ക് ചെയ്യില്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ താമസിക്കാനുള്ള ഹോട്ടലിലെത്തി. അങ്ങനെ അവിടെ നിന്ന് കഴിക്കാനായിട്ട് കിട്ടിയൊരു പപ്സാണിത്. അതൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇളയ മോനെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. മൂത്ത ആൾക്ക് അവിടെ റൂമിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. അപ്പോൾ ശരി കേട്ടോ, പിന്നെ കാണാം.